ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹേ മെഡിക്കോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കോളേജിലെ 2019 ബാച്ച് അങ്ങനെ കോൺവെക്കേറ്റ് ആയി പോയിരിക്കുകയാണ്. അവരുടെ MBBS ലൈഫിലെ ഏറ്റവും പ്രൗഡസ്റ്റ് മൊമെന്റ്സിൽ ഭാഗമാവാൻ എനിക്കും ഭാഗ്യമുണ്ടായി. 5.5 വർഷത്തെ ഹാർഡ് വർക്കിനും സാക്രിഫൈസസിനും ഒക്കെ ശേഷം പ്രൗഡ്ലി ദേ ആർ ബിക്കമിങ് ഇൻഡിപെൻഡന്റ് ഡോക്ടേഴ്സ്. സോ നമുക്ക് ആ കോൺവെക്കേഷൻ ഡേ ഒന്ന് നടന്ന് കണ്ടിട്ട് വന്നാലോ? പോയി നോക്കാം. രാവിലെ 9 മണിയോടെ തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള ചടങ്ങുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഓരോ സ്റ്റുഡൻസും ഓരോ ഡോക്ടേഴ്സും റെഡ് കാർപ്പറ്റിലൂടെ കോൺവെക്കേഷൻ ഹാളിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ കാണുന്ന ഒരൊറ്റ ക്ലിപ്പിൽ നിന്ന് അവരെന്തുമാത്രം ഹാപ്പിയാണ്, എന്തുമാത്രം പ്രൗഡാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാളിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഓത്ത് ടേക്കിംഗ് സെറിമണിയാണ് ഈ കാണുന്നത്. ഏകദേശം 11:30-12 മണിയോടെയായിരുന്നു ഈ ഒരു ഓത്ത് ടേക്കിംഗ് സെറിമണി നടന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറച്ചും കൂടെ അടിപൊളിയായിട്ടുള്ള സ്റ്റേജ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ കൊല്ലത്തെ കോൺവെക്കേഷൻ സെറിമണിക്ക് കാണാൻ കഴിഞ്ഞത്. താൻ 5.5 കൊല്ലം പഠിച്ച എല്ലാ മൂല്യങ്ങളും ഇനി ജീവിതകാലം മുഴുവൻ ഡോക്ടർ എന്ന പ്രൊഫഷനോട് കാണിക്കുന്ന ഉറപ്പുവരുത്താനാണ് ഈ ഒരു ഓത്ത് ടേക്കിംഗ് സെറിമണി. നമ്മളോട് വളരെ അടുത്ത് നിന്ന ചേട്ടന്മാരും ചേച്ചിമാരും ആയതിനാൽ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ചടങ്ങുകളെല്ലാം കണ്ടിരുന്നത്. ഓത്ത് ടേക്കിംഗ് കഴിഞ്ഞാൽ സ്റ്റേജിലുള്ള ഓരോ സ്റ്റുഡൻസിനും മൊമെന്റും സർട്ടിഫിക്കറ്റും കൊടുക്കുന്ന ചടങ്ങാണ്. ഈ ചടങ്ങിന്റെ ബ്യൂട്ടി എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണ് തിരിച്ച് ഓഡിയൻസിലോട്ട് നോക്കിയാൽ മതി. ഗ്രാജുവേറ്റ് ആയ ഓരോ സീനിയറിന്റെയും പാരന്റ്സിനെയും റിലേറ്റീവ്സിനെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. സ്വന്തം പാരന്റ്സിനെ അഭിമാനപ്പെടുത്തുന്നതിനേക്കാൾ വലിയൊരു ഫീലിംഗ് ഉണ്ടോ? എൻ്റെ അറിവിൽ ഏതായാലും ഇല്ല കേട്ടോ. എന്ത് ഹാപ്പി ആയിരിക്കില്ലേ ആ നിൽക്കുന്ന ഓരോ മാതാപിതാക്കളുടെയും മനസ്സ്. ആലോചിച്ച് നോക്കുക. ഒരു കാര്യം ഉറപ്പാണ്, പാരൻസ് എന്തായാലും ഹാപ്പിയാണ്, അതുപോലെ ഞങ്ങളുടെ സീനിയേഴ്സും. സമയം ഏകദേശം ഉച്ച 1 മണി ആയതോടെ ദ ഫേമസ് ക്യാപ് ടോസിംഗ് സെറിമണി ഞാൻ വിറ്റ്നസ് ചെയ്തു. നിങ്ങളും ആ മൊമെന്റ് ഒന്ന് ലൈവായിട്ട് ആസ്വദിച്ചിട്ട് വാട്ടോ. നല്ല രസമുണ്ടല്ലേ ഈ ഒരു ചടങ്ങൊക്കെ കാണാൻ. എനിക്ക് ആ ഗ്രാജുവേഷൻ സെറിമണിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചടങ്ങായിരുന്നു ഈ ഒരു ക്യാപ് ടോക്സിങ് സെറിമണി. എന്താണെന്നറിയില്ല, അവരിങ്ങനെ ആ ക്യാപ്പൊക്കെ ടോസ് ചെയ്ത് ഇങ്ങനെ തുള്ളിച്ചാടുന്ന കണ്ടപ്പം എന്തോ എനിക്കും ഇതുപോലെ ചെയ്യണം എന്നൊക്കെ തോന്നി. ക്യാപ് ടോസിങ് സെറിമണി കഴിഞ്ഞപ്പോൾ തന്നെ അവരെല്ലാവരും കൂടെ പാട്ടിട്ട് ഒരുമിച്ച് ബാച്ച് ഒന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ഈ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇങ്ങനെയൊക്കെ എന്നാ ഈശ്വര ഞാനും ചെയ്യാമെന്ന് മാത്രം ചോദിച്ച് ഞാൻ ഇതൊക്കെ കണ്ണുമിഴിച്ച് കണ്ടുകൊണ്ടിരുന്നു. ഈ ഒരു ഡാൻസ് ഓൺ ദ സ്പോട്ട് കൊറിയോഗ്രാഫി ഒന്നും അല്ല കേട്ടോ. ഈ ഒരു ഫംഗ്ഷൻ്റെ 2-3 ദിവസം മുന്നേ ഈ സീനിയേഴ്സ് എല്ലാവരും കൂടെ ഇത് പ്രാക്ടീസ് ചെയ്ത് സ്റ്റെപ്പൊക്കെ തീരുമാനിച്ചിട്ടായിരിക്കും ഈ ഒരു ഡാൻസ് കളിക്കുക. ഒരുപക്ഷെ MBBS ജീവിതത്തിൽ ഈ ബാച്ച് ഒന്നടങ്കം ഒരുമിച്ച് കളിക്കുന്ന ഏക ഡാൻസും അവസാനത്തെ ഡാൻസും ആയിരിക്കും ഇത്. ഫസ്റ്റ് ഇയേഴ്സ് ഫ്രഷേഴ്സ് ഡേയിൽ തുടങ്ങി ഇന്ന് ഈ കോൺവെക്കേഷൻ ഡേയിൽ എത്തി നിൽക്കുമ്പം ഓരോ സീനിയറിനും 1000 കഥകളുണ്ടാവും കോളേജിനെയും ഫ്രണ്ട്സിനെയും പറ്റിയൊക്കെ പറയാം അല്ലേ. ഒന്നുറപ്പാണ്, ഇവരാരും യൂണിവേഴ്സിറ്റി എക്സാംസിന്റെ മാർക്കോ റാങ്കോ ഒന്നല്ല ഓർത്ത് വെക്കാൻ പോകുന്നത്. അവർ പോയ യാത്രകളും അവരുടെ ചിരികളും കളികളും അവർ ഇൻവോൾവ് ആയിട്ടുള്ള സ്പോർട്സും ആർട്സും ഒക്കെ ആയിരിക്കും ഈ കോളേജിനോട് ഇത്രയും അറ്റാച്ച്മെന്റ് അവർക്ക് ഉണ്ടാക്കിയത്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്നോടും നിങ്ങളോടും ഒക്കെ പറയാൻ ഒറ്റ കാര്യമുള്ളൂ, ഈ ഒരു ടൈം പിന്നെ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടൂല. MBBS എന്ന കുറേ പഠിക്കാനുള്ള ഒരു കോഴ്സാന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിൻ്റെ ഒക്കെ ഇടയിൽ നമ്മളൊരു മനുഷ്യന്മാരായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു ഫാക്ടർ കൂടി ഉണ്ടല്ലേ. സോ നമ്മൾ കിട്ടുന്ന മൊമെന്റ്സ് ഒക്കെ ഹാപ്പി ആയിട്ട് ലിവ് ചെയ്യുക. നമ്മളെ ഹോബീസ് എന്ത് തന്നെ ആവട്ടെ അതെല്ലാം വളർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഫ്രീഡം ഈ ഒരു കോഴ്സ് നമുക്ക് തരുന്നുണ്ട്. ഇതൊക്കെ നല്ലപോലെ ഉപയോഗിച്ചാൽ ഈ സ്ട്രെസ്സും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക. അത് ഏറ്റവും നന്നായി ചെയ്ത് കാണിച്ചെന്ന ഒരു ബാച്ച് തന്നെയാണ് 2019 ബാച്ച്. ആർട്സിനാവട്ടെ സ്പോർട്സിനാവട്ടെ എല്ലാം വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു പറ്റം സ്റ്റുഡൻസ് ഉള്ള ഒരു ബാച്ച് തന്നെയായിരുന്നു 2019 ബാച്ച്. ഈ ഉഷാറൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സമയം 2 മണിയോടെ എടുത്തു. ഈ ഒരു ഒഫീഷ്യൽ പരിപാടിന്റെ ലാസ്റ്റ് സ്റ്റേജ് ഡാൻസിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇപ്പം തന്നെ ഫുഡ് റെഡി ആയിട്ടുണ്ട് എന്നുള്ള മെസ്സേജസ് ഒക്കെ ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം സ്റ്റുഡൻസ് ഒക്കെ ക്യൂ നിൽക്കാനുള്ള ഓട്ടത്തിലാണ്. സ്റ്റുഡൻസിൽ ഞാനും ഉൾപ്പെടുമല്ലോ, അപ്പം ഞാനും വേഗം ക്യൂ നിന്നിട്ട് കഴിച്ചിട്ട് വരാം കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം നല്ലോണം റെസ്റ്റൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് കൾച്ചറൽസ് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ടയർഡായതിനാൽ ഹോസ്റ്റലിൽ ഒരു നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പരിപാടി കാണാനെത്തിയത്. യൂഷ്വലി ഈ ഒരു സെഷനിൽ എല്ലാ ബാച്ചസിൻ്റെയും ബാച്ച് ഡാൻസും പരിപാടികളും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ കൊല്ലം അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ബാച്ചിന് പങ്കെടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്കിപ്പോൾ സെക്കൻഡ് ഇയർ യൂണിവേഴ്സിറ്റി എക്സാംസിൻ്റെ സ്റ്റഡി ലീവ് ആയതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നത്. സ്റ്റഡി ലീവൊക്കെ ആണെങ്കിലും ഈ ഒരു ഫംഗ്ഷൻ എന്തായാലും മിസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒറ്റ നിർബന്ധത്തിലാണ് ഞാൻ ആലപ്പുഴ വരെ കോഴിക്കോട് നിന്ന് 8 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഈ ഒരു ഫംഗ്ഷന് വേണ്ടി മാത്രം പോയത്. ടു മെൻഷൻ, ഈ ഫംഗ്ഷൻ കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ ഞാൻ കോഴിക്കോടേക്ക് വന്നിട്ടോ. സമയം 8 മണിയായി. ആൻഡ് ദ ഫൈനൽ പാർട്ട് ആൻഡ് ദ മോസ്റ്റ് അവൈറ്റഡ് പാർട്ട്, വിധു പ്രതാപ്സ് കൺസേർട്ട്. വിധു പ്രതാപിനെ അറിയാത്ത മലയാളികൾ ആരും ഉണ്ടാവില്ലല്ലേ. വെറുതെ പറഞ്ഞിട്ട് ഞാനതിനെ ഹൈപ്പ് കയറ്റുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ആ ഒരു വിധു പ്രതാപിൻ്റെ കൺസേർട്ടിനുള്ള എക്സൈറ്റ്മെൻ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മളെ കോളേജിൽ പല ബാൻഡും പല പരിപാടികളും കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയൊരു കോൺസെർട്ട് ആദ്യമായിട്ടാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. എക്സ്പെക്ടേഷൻസ് ഒന്നും തെറ്റിക്കാതെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള എല്ലാ പാട്ടും ഞങ്ങൾക്ക് വേണ്ടി പാടിത്തന്നു. ഈ മൊമെന്റ്സ് ഒക്കെ കണ്ടപ്പം വന്നടേ നല്ലോണം വേർത്തായി എന്നുള്ളിൽ ഇങ്ങനെ ഫീൽ ആയിക്കൊണ്ടിരുന്നു. 11 മണി ആയതോടെ നമ്മുടെ കോളേജിലെ എല്ലാ പരിപാടികളും അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്.
കോൺവെക്കേഷനായിട്ടും ഇവനെന്താ കോളേജും ഡെക്കറേഷൻസും ഒന്നും കാണിക്കാത്തതെന്ന് കുറച്ച് കുട്ടികളെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആലപ്പുഴ മെഡിക്കൽ കോളേജ് കോൺവോ നൈറ്റിൽ എങ്ങനെയായിരിക്കും എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഏതൊരു കോളേജ് ആവട്ടെ അതിൻ്റെ അറ്റ്മോസ്റ്റ് ബ്യൂട്ടിയിലായിരിക്കും നമ്മൾ ആ ഒരു ഗ്രാജുവേഷൻ ഡേയിൽ കാണാൻ കഴിയുക. രാവിലെ നമ്മുടെ സീനിയേഴ്സ് ഒക്കെ മാർച്ച് ചെയ്തു പോയ അതേ റെഡ് കാർപ്പറ്റിലൂടെയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. ഈ ഒരു സംഭവം വളരെ രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഗ്രാജുവേറ്റ് ചെയ്ത ഓരോ സീനിയേഴ്സിൻ്റെ ഫോട്ടോസ് ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം അതൊക്കെ നല്ല രസമായിരുന്നു. പ്രത്യേകിച്ച് ഈ ഹസിലൊക്കെ കഴിഞ്ഞിട്ട് ആരും ഇല്ലാത്ത നേരത്ത് നടന്ന് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ മൊമെൻറ്റ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ഫീലിംഗ് ആണ് കേട്ടോ കിട്ടുന്നത്. എന്തെങ്കിലും പഠിച്ച് വലുതായി ആ ക്യാപ്പും കോട്ടും ഒക്കെ ഇട്ട് സ്റ്റേജിൽ നിൽക്കാനും ക്യാപ്പ് ടോസ് ചെയ്യാനും സ്വന്തം പാരൻസിൻ്റെ മുന്നിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാനും ഒക്കെ കൊതിയാവാണ് ആക്ച്വലി. ഈ വീഡിയോ കാണുന്ന കുറച്ച് സ്റ്റുഡൻസിനെങ്കിലും ഈ വിഷ്വൽസ് എന്നെ പോലെ ഭയങ്കര മോട്ടിവേഷനായിട്ട് മാറുമെന്ന് ഞാൻ ജെനുവൻലി ഹോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു TDMCയിലെ കോൺവെക്കേഷൻ ഡേ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ. ഓഗിയാണെങ്കിൽ ദയവേത് ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ എന്ന് കാലുപിടിച്ച് പറഞ്ഞ ഫ്രണ്ട്സിനെ സ്മരിച്ചുകൊണ്ട്, വീഡിയോ ഓണിലാണെന്ന് അറിയാണ്ട് തുള്ളിച്ചാടി നടക്കുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയും സ്മരിച്ചുകൊണ്ട് ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.